പ്രിയപ്പെട്ടവരെ, ദേവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തെ പറ്റിയുള്ള നമ്മുടെ പഠന ക്ലാസ്സിൽ പങ്കുചേരുവാൻ വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഹൃദയപൂർവ്വം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അനേകം പേർ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നുവെന്നും ആ പങ്കുചേരലിൽ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾ എഴുത്ത് വഴിയും ഫോൺ വഴിയും ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നുള്ള ഒരു മരിയൻ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ചോദ്യങ്ങളിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നല്ല ക്രൈസ്തവർ എല്ലാവരും യേശു നൽകിയ തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, വണങ്ങുന്നു, മധ്യസ്ഥം അപേക്ഷിക്കുന്നു. എങ്കിൽ തന്നെയും ചിലരുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ അക്രൈസ്തവരായ ചിലരും യേശുവിൻ്റെ അമ്മയെ അല്പം പോലും ബഹുമാനിക്കാത്ത ചിലരുമൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ബൈബിളിനെ അടിസ്ഥാനമാക്കി ഉത്തരം കൊടുക്കുവാൻ വിഷമിക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിനെയെല്ലാം സഹായിക്കുവാനാണ് ഈ പഠനം ഞങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നത്. അതിന് വീണ്ടും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്നതിൽ, അതായത് ബൈബിളിനെ അടിസ്ഥാനമാക്കി പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള ഏത് ചോദ്യത്തിനും നമുക്ക് കൃത്യമായി ഉത്തരം കൊടുക്കുവാൻ സാധിക്കും എന്ന ബോധ്യത്തോടെ നമ്മൾ ഈ ക്ലാസ് തുടർന്നു കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു എപ്രകാരമാണ് ദൈവം തൻ്റെ പദ്ധതിയെ ഗബ്രിയേൽ ദൂതൻ വഴി പരിശുദ്ധ അമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തുവെന്നും അതിന് ഒരു മാനുഷികമായ രീതിയിൽ എപ്രകാരമാണ് മേരി പ്രതികരിച്ചതെന്നും, എന്നാൽ ആ പ്രതികരണ വിശ്വാസക്കുറവ് കൊണ്ടല്ല, വിശ്വസ്തയുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നും, അതിനുശേഷം സന്ദേശം മനസ്സിലാക്കി നസ്രത്തിലെ മേരി ദൈവത്തിൻ്റെ മാതാവായി മാറുവാൻ തയ്യാറായി സ്വയം സമർപ്പിക്കുന്ന രംഗമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത്. അതേ തുടർന്ന് ഇന്ന് നമ്മൾ പ്രത്യേകമായി പഠിക്കുവാൻ പോകുന്നത് യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ കന്യാമറിയം കഴിഞ്ഞാൽ ഏറ്റവും അധികം സഹകരിച്ചത് യേശുവിൻ്റെ വളർത്തുപിതാവായ മാർ യോസേപ്പ് പിതാവായിരുന്നു. ആ യോസേപ്പ് പിതാവിനെ മേരിയുടെ ഭർത്താവായിട്ടാണ് സുവിശേഷകന്മാർ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് മേരിയെപ്പറ്റി അഗാധമായി പഠിക്കണമെങ്കിൽ യോസേപ്പ് പിതാവിനെ പറ്റി നമുക്കറിയാൻ സാധിക്കണം. അതുകൊണ്ട് മേരിയും യോസേപ്പും തമ്മിലുള്ള ആ ബന്ധത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, വിശുദ്ധ യോസേപ്പിനെ പിന്നെ അധികമൊന്നും സുവിശേഷത്തിലോ മറ്റ് ഗ്രന്ഥത്തിലോ കാണാൻ സാധിക്കുന്നില്ല. മേരിയുമായി വിവാഹ നിശ്ചയം നടത്തിയിരുന്ന വ്യക്തിയെന്ന് ലൂക്കാ സുവിശേഷകനും മേരിയുടെ ഭർത്താവായി മത്തായി ശ്ലീഹായും വ്യക്തമായി കൊണ്ടുവരുന്നു. മാത്രമല്ല, യോസേപ്പ് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുന്ന അവസരത്തിലാണ് നാം ആദ്യമായി യോസേപ്പിനെ കണ്ടുമുട്ടുന്നത്. ആ പ്രതിസന്ധി ഘട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയായ മേരി ഗർഭിണിയായിരിക്കുന്നു. അവിവാഹിതയായ മേരി തൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ എപ്രകാരം അതിനെ സ്വീകരിക്കണമെന്നതായിരുന്നു ആ പ്രതിസന്ധി ഘട്ടം. കാരണം മേരിയെ യോസേപ്പ് പിതാവ് അഗാധമായി സ്നേഹിച്ചിരുന്നു. ഒന്നെങ്കിൽ അവളെ ഉപേക്ഷിക്കണം, അതല്ലെങ്കിൽ അന്നത്തെ നടപ്പനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുവാനായി വിട്ടുകൊടുക്കണം, അതല്ലെങ്കിൽ സ്നേഹപൂർവ്വം അവളെ സ്വീകരിക്കണം. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇതാ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്, ഇടപെടുകയാണ്. അവിടെയും ഒരു ദൂതൻ വഴി യോസേപ്പിന് സന്ദേശം നൽകുന്നു. നമുക്കിതും പറയാം, യോസേപ്പിന് കിട്ടിയ മംഗളവാർത്ത എന്ന് തന്നെ നമുക്കിതേപ്പറ്റി പറയാൻ സാധിക്കും. കാരണം യോസേപ്പിന് കിട്ടുന്ന ആ സന്ദേശം അത് ലോകത്തിന് മുഴുവനും കിട്ടുന്ന ഒരു സന്ദേശമാണ്. ആ ഭാഗത്തെപ്പറ്റി മത്തായി ശ്ലീഹ വ്യക്തമായി കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? അത് മത്തായിയുടെ സുവിശേഷം അധ്യായം 1-ാം അധ്യായത്തിലെ 18 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും
അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുകയും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷം എഴുതുന്നത് യഹൂദ മതത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് ക്രൈസ്തവ മതത്തിലേക്ക് വന്ന യഹൂദർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പഴയ നിയമ പ്രവചനങ്ങളെല്ലാം പൂർത്തിയായി എന്ന്, യേശുവിലൂടെ അത് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് സുവിശേഷത്തിലൂടെ മത്തായി ശ്ലീഹ കൊണ്ടുവരികയാണ്. അതാണ് യേശുവിൻ്റെ ജനനത്തെപ്പറ്റി മത്തായി ശ്ലീഹ ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ നാം കാണുന്നത് ഒരുപക്ഷെ മാതാവിനെക്കാട്ടിൽ കൂടുതൽ പ്രാധാന്യം ഈ യേശുവിൻ്റെ ജനനവുമായി സംബന്ധിച്ച് മത്തായി ശ്ലീഹ ജോസഫിന് കൊടുക്കുന്നതായിട്ടാണ്. അതേസമയം ലൂക്കായുടെ സുവിശേഷത്തിൽ അവിടെ മേരിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനും ഒരു കാരണമുണ്ട്. കാരണം യേശു ദാവീദിൻ്റെ വംശത്തിൽ പിറക്കുവാൻ പോകുന്നുവെന്ന് പ്രവാചകന്മാർ പ്രവചനത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏശയ്യായുടെ പുസ്തകത്തിൽ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഈ ഒരു വസ്തുത എടുത്തുകൊണ്ട് മത്തായി ശ്ലീഹ കൊണ്ടുവരുന്നത് യേശു പിറക്കാൻ പോകുന്നത് ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മേരിയിൽ നിന്നും യേശു ജനിച്ചു എന്ന് പറയുന്നത്. അതായത് പ്രവചനം യേശുവിലൂടെ പൂർത്തിയാകുകയാണ്. ഇതുകൊണ്ടാണ് മത്തായി ശ്ലീഹ ജോസഫിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മേരിയുടെ ദൗത്യത്തെ കുറയ്ക്കുകയല്ല അവിടെ കാണിക്കുന്നത്, പക്ഷേ പ്രവചനം പൂർത്തിയാകുന്നു. ആ ഒരു വസ്തുത ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അച്ഛാ, സുവിശേഷത്തിൽ പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും മംഗളവാർത്ത, രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്തയെക്കുറിച്ച് പറയുന്നത് രണ്ട് വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണെങ്കിൽ മേരിയെ കേന്ദ്രീകരിച്ചുകൊണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ ജോസഫിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും. അപ്പോൾ വിശുദ്ധ ഔസേപിതാവിന് ഈ രക്ഷാകര സംഭവത്തിൽ മറിയത്തെ പോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക ദൗത്യം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഔസേപിതാവിന് ഒരു പ്രത്യേകമായ ദൗത്യമുണ്ടായിരുന്നു. രണ്ട് സുവിശേഷത്തിലും ഒരേ രീതിയിൽ പറയുന്ന കാര്യമുണ്ട്. അതായത് ദൈവിക ഇടപെടൽ വഴിയാണ് യേശു ജന്മമെടുത്തത്, ദൈവം വചനം മാംസമായി തീരുന്നത്. മത്തായിയുടെ സുവിശേഷം നാം കാണുന്നത് മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, നീ ഒരു ദൈവപുത്രന് ഗർഭം ധരിക്കും, ദൈവപുത്രന് ജന്മമേകണം. അപ്പോൾ അമ്മയുടെ ദൗത്യം ഇതാണ്, നമുക്കത് വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇനി ആ മേരിയുടെ ഭർത്താവായ ജോസഫിൻ്റെ പ്രത്യേകമായ ദൗത്യം എന്താണ്? ഇവിടെ നാം കാണുന്നത് ഇതാ മാലാഖ പറയുകയാണ്, നീ ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. മേരിക്ക് കൊടുത്ത ദൗത്യം അവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ആ മേരിയുടെയും അതുപോലെ തന്നെ ജനിക്കാൻ പോകുന്ന പുത്രൻ്റെയും സംരക്ഷണമാണ് യൗസേപ്പ് പിതാവിനെ പ്രത്യേകമായി ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്
മേരിയെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട എന്ന് പറയുന്നത്. ഭാര്യയായി സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം അവളെ പൂർണ്ണമായി തൻ്റെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുക എന്നാണ്. അവളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും വേദനയിലും ജീവിത സംഘടനയിലുമെല്ലാം. പിന്നീട് നാം സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യോസേപ്പിതാവ് തൻ്റെ ഈ വാഗ്ദാനം, ദൈവത്തോടുള്ള വാഗ്ദാനം പൂർണ്ണമായി നിറവേറ്റിയെന്ന് നാം കാണുന്നുണ്ട്. ബെത്ലഹേമിലേക്കുള്ള അവരുടെ യാത്ര, അതിനുശേഷം വീണ്ടും ദൈവദൂതൻ്റെ ആ അരുളിപ്പാടനുസരിച്ച് ഈജിപ്തിലേക്ക് അവർ പോകുന്നു, തിരിച്ച് നസ്രത്തിലേക്ക് വരുന്നു. നസ്രത്തിലെ ആ തിരുക്കുടുംബം, സമാധാനപൂർണമായ ആ ജീവിതം. വീണ്ടും യോസേപ്പിതാവിനെ കാണുന്നുണ്ട് ദേവാലയത്തിലേക്ക് പോകുന്നത് യേശുവിന് 12-ാം വയസ്സിൽ. അപ്പോൾ ഇവിടെയെല്ലാം കാണുന്നത് ദൈവം യോസേപ്പിതാവിന് ഒരു പ്രത്യേക ദൗത്യം കൊടുത്തിരുന്നു. മേരിയയ്ക്ക് കൊടുത്തതിനോടൊപ്പം തന്നെ ആ സംരക്ഷണത്തിൻ്റെ അതുപോലെ തന്നെ നയിക്കുവാൻ വേണ്ടിയിട്ട് അത് പൂർത്തിയാക്കി. അതുകൊണ്ടാണ് തിരുസഭ എന്നും പരിശുദ്ധ ദേവമാതാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം യോസേപ്പിതാവിന് നൽകുന്നത്. കാരണം യോസേപ്പിതാവും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പൂർണ്ണമായി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് സഹകരിച്ചു. യോസേപ്പിതാവ് തൻ്റെ ദൗത്യം എപ്രകാരം പൂർണ്ണമായി വിശ്വസ്തയോടെ നിർവഹിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവിടെയും നാം ചെന്നെത്തുന്നത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അഗാധമായ ആ വിശ്വാസത്തിലും തൻ്റെ ഭർത്താവിനോടുള്ള വിശ്വസ്തതയിലുമാണ്. അതാണ് നമ്മൾ നസ്രത്തിലെ തിരുക്കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ആ തിരുക്കുടുംബത്തിൽ നിന്നുമാണ് രക്ഷ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ യോസേപ്പിതാവിനെ പറ്റി അറിയുമ്പോൾ കൂടുതലായി നമുക്ക് അമ്മയിലേക്കും കടന്നു ചെല്ലുവാനും ആ അമ്മയുടെ വിശ്വസ്തയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും സാധിക്കും. അതാണ് നമ്മൾ ഈ പഠനത്തിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ആ തലമുറയെപ്പറ്റി പറയുന്നുണ്ട്. ആ തലമുറ വഴിയാണ് രക്ഷ ലോകത്തിലേക്ക് കടന്നു വന്നത്. ആ ഭാഗമൊന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം അധ്യായം 1, 16 മുതലുള്ള വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രാഹം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്. ഞാൻ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി, മത്തായി ശ്ലീഹായ്ക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു, യേശു പിറന്നത് ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണെന്ന്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ പ്രവചനം പൂർത്തിയായി എന്ന് ഇവിടെ മത്തായി ശ്ലീഹ കൊണ്ടുവരികയാണ്. ആ പ്രവചനം പൂർത്തിയാകുന്നതിലൂടെ രക്ഷാകര കർമ്മവും അതിൻ്റെ ആരംഭത്തിലേക്ക് വരുന്നു. അച്ഛാ, ഈ വായിച്ചേട്ട മത്തായിയുടെ സുവിശേഷത്തെ ആസ്പദമാക്കി ഞാൻ ചോദിക്കേണ്ട അച്ഛാ. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ജോസഫ് പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. 2-ാം അധ്യായത്തിൽ അവസാന വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. അച്ഛാ, ചോദ്യം അതാണ്, യേശു ജനിച്ച ശേഷം മറിയവും ജോസഫും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചുവെന്നും അതുകൊണ്ട് തന്നെ അവൾ നിത്യകന്യകയില്ലെന്നും മറ്റു സഭാവിഭാഗങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്. അച്ഛാ, ഇതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? സഹോദരൻ്റെ ഈ ചോദ്യം ഞങ്ങൾക്ക് കിട്ടിയ ചോദ്യാവലിയിൽ പലതിലും ഇത് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ മാതാവിൻ്റെ നിത്യകന്യത്വത്തെപ്പറ്റി പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിലും ഈ ഒരു ചോദ്യം മനുഷ്യ മനസ്സിൽ നിലനിൽക്കുന്നു എന്നാണ്. കാരണം ശരിയാണ്, സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഇതാണ്, എന്തായിരുന്നു മത്തായി ശ്ലീഹ സുവിശേഷം എഴുതുവാനുണ്ടായ കാരണം, പ്രത്യേകിച്ച് യേശുവിൻ്റെ ജനനത്തെപ്പറ്റി. ഇപ്പോൾ ഇതിനു മുമ്പ് 4 കാര്യങ്ങളാണ് ഇവിടെ നാം കാണുന്നത് മത്തായി ശ്ലീഹ കൊണ്ടുവരുന്നത്. ഒന്ന്, യേശുവിന്
യേശുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു. എപ്രകാരമാണ് യേശു ജനിക്കാൻ പോകുന്നതെന്നെല്ലാം. രണ്ടാമത്തത്, മറിയം അമ്മയാണ്, അതേസമയം കന്യകയുമാണ്. ഇതാണ് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവൾ ഗർഭം ധരിച്ചുവെന്ന് ഇവിടെ കൊണ്ടുവരുന്നു. മൂന്നാമത് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിക്കുന്ന സമയത്തും അവൾ കന്യകയായിരുന്നു. നാലാമത് പറയുന്നത് യേശു ജനിക്കുന്നതുവരെ അവർ കന്യകയായിരുന്നു. ഇനി ജനിച്ച ശേഷം എന്ത് സംഭവിച്ചു? അതാണല്ലോ പല എഴുത്തുകളിലും കാണുന്ന സംശയം. ഈ വരെ എന്നുള്ള ആ വാക്ക് ഗ്രീക്കിൽ ഇതിന് ഈ പ്രത്യേക വാക്ക് എഴുതുന്ന ഹേയോസ് ഹൂ എന്നാണ്, വരെ. അത് നമ്മൾ പഴയ നിയമത്തിലും കാണുന്നുണ്ട് ഈ വാക്ക് ഉപയോഗിക്കുന്നതായിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സാവൂളിൻ്റെ മകൾ മിഖായേൽ മരണം വരെ സന്താനരഹിതയായിരുന്നു. അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹേയോസ് ഹൂ. അതിൻ്റെ അർത്ഥം എന്താണ്? മരണത്തിന് ശേഷം അവൾക്ക് സന്താനമുണ്ടായെന്നുള്ളതാണോ? അല്ല. ചിലപ്പോൾ നമ്മൾ തന്നെ പറയാറില്ലേ, അപ്പൻ മകനോട് മരണം വരെ മിണ്ടിയിട്ടില്ല, മരിച്ച ശേഷം മിണ്ടിയിട്ടുള്ളതെന്നാണോ അറിയുന്നത്? ഇതിവിടെ മത്തായി ശ്ലീഹ കൊണ്ടുവരുന്നത് മേരിയിൽ നിന്നും യേശു ജനിച്ചത് മാനുഷികമായ രീതിയിലല്ല, ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന് വ്യക്തമാക്കാനാണ്. പിന്നീട് ഇതുകൊണ്ടും തീരുന്നില്ല. അതിന് ഉത്തരം നമ്മൾ വീണ്ടും കണ്ടെത്തേണ്ടത് പിന്നീട് വരുന്ന സുവിശേഷ ഭാഗങ്ങളിലാണ്. ഒരു സ്ഥലത്തും മേരിയും യോസേപ്പും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ബന്ധപ്പെട്ട് ജീവിച്ചു എന്ന് ഒരിടത്തും കൊടുക്കുന്നില്ല. മേരിക്ക് വേറെ കുട്ടികളുണ്ടായിരുന്നതായിട്ട് നാം കാണുന്നില്ല. അതുമാത്രമല്ല, സഭയുടെ ആരംഭകാലം മുതലുള്ള ശക്തമായ പാരമ്പര്യം അവൾ കന്യകയായി തന്നെ ജീവിച്ചു. അതിനെ യോസേപ്പ് പിതാവും പൂർണ്ണമായി അംഗീകരിച്ചു. അതുകൊണ്ടാണ് മേരിയെ നമ്മൾ നിത്യകന്യക എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരെ എന്നത് ഒരിക്കലും ഇതിനെ തടസ്സപ്പെടുത്തുന്നതോ വേറൊരു അർത്ഥത്തിൽ കാണുന്നതോ അല്ല. പരിശുദ്ധ കന്യാമറിയത്തെ പറ്റിയുള്ള നമ്മുടെ പഠനത്തിൽ ആ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി മേരിയുമായി തൻ്റെ ഭർത്താവായ യോസേപ്പ് പിതാവ് എത്രമാത്രം സഹകരിച്ചുവെന്നും അതുവഴി രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയെന്നുമെന്നും നാം ഇന്നത്തെ ക്ലാസ്സുകളിൽ മനസ്സിലാക്കുകയായിരുന്നു. യേശു ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട വ്യക്തിയാണെന്നും അങ്ങനെ പ്രവചനം പൂർത്തിയാണെന്നും നാം മനസ്സിലാക്കി. യോസേപ്പ് പിതാവിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ആ രക്ഷാകര ദൗത്യത്തിൽ മേരിക്കുമുള്ള പങ്കിനെപ്പറ്റിയും അതുകൊണ്ട് കൂടുതലായി ഒരു മേരിയെപ്പറ്റി അറിയുവാനും നമുക്ക് കാരണമാകുന്നുണ്ട്. ഇനിയും നമ്മൾ കൂടുതലായി മേരിയുടെ ജീവിതത്തെപ്പറ്റി അടുത്ത ക്ലാസ്സുകളിൽ കൂടുതലായി പഠിക്കും. പരിശുദ്ധ കന്യാമറിയത്തെ പറ്റിയുള്ള പഠനത്തിൽ നാം എല്ലാവരും ഏതാനും നിമിഷം ചിലവഴിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ചു. വീണ്ടും നമുക്ക് ഈ പഠനം തുടർന്നുകൊണ്ട് പോകാം. മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ, പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ,
മക്കളെ കാക്കുന്ന മരിയാംബിക ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും. അമലോത്ഭവയാമമ്മ മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും. അമലോത്ഭവയാമമ്മ മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.